വൈസ് ചാൻസലർ എന്തായാലും 3 പേരുടെ ലിസ്റ്റിൽ നിന്നാകുമ്പോൾ വൈസ് ചാൻസലർ ഗവർണറെ ആൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് വൈസ് ചാൻസലറുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു. എന്നിട്ട് കുറച്ചെടുത്ത് രജിസ്ട്രാർക്ക് കൊടുക്കുന്നു, കുറച്ചെടുത്ത് സിൻഡിക്കേറ്റിന് കൊടുക്കുന്നു. ഇങ്ങനെ വൈസ് ചാൻസലർ പദവിയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു. ഉദ്ദേശം എന്താണ്? ഞങ്ങളുടെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കണം. ഇങ്ങനെയാണോ ഈ വിഷയത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കേന്ദ്രം ഭരിക്കുന്ന BJPയും കേരളം ഭരിക്കുന്നത് ആരായാലും ഇങ്ങനെയാണോ കാര്യങ്ങളെ തീരുമാനിക്കുന്നത്? ഞങ്ങളുടെ കയ്യിൽ അധികാരം വേണം, ഞങ്ങളുടെ ആളുകൾ വരണം. അധ്യാപക സംഘടനകൾ കോളേജിലെ പ്രിൻസിപ്പാൾമാരുടെ കാര്യത്തിൽ സീനിയോറിറ്റി ഞങ്ങളുടെ ആളുകൾ എന്നൊരു വിഷയത്തിന് മേൽ കടിച്ചു തൂങ്ങിയതുപോലെ ഇവിടെയും ഞങ്ങളുടെ ആളുകൾ വരണം എന്ന് ഗവർണർ വാശി പിടിക്കുന്നു. സംസ്ഥാന സർക്കാരും വാശി പിടിക്കുന്നു. അതിൽ ഗവർണറുടെ വാശിക്ക് ഒരു അനൗചിത്യമുണ്ട്. ഗവർണർ നോമിനേറ്റഡ് പോസ്റ്റാണ്. ഗവർണറുടെ ഭാഗത്താണ് ഏറ്റവും വലിയ അനൗചിത്യം. പക്ഷേ എൻ്റെ പ്രശ്നം കുറച്ചുകൂടെ വിശാലമായി ഈ വിഷയത്തിൽ അധികാരമാർക്ക്, വേണ്ടപ്പെട്ട ആളാര്, എങ്ങനെയാണ് സിൻഡിക്കേറ്റിൻ്റെയും സെനറ്റിൻ്റെയും ഘടന, ഇതൊക്കെ പുനഃപരിശോധിക്കാനുള്ള ഒരു സുവർണ അവസരമായി കേരളത്തിലെ രാഷ്ട്രീയക്കാരെങ്കിലും അതിനെ കാണുമോ?